കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിന് CTI അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇവരെല്ലാവരും അവരുടെ വീടും ആഗ്രഹങ്ങളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഉപജീവനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിനെ നോക്കുവാൻ വേണ്ടിയിട്ട് മാത്രം അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇവർക്കൊന്നും അവിടെയാണെങ്കിൽ പോലും വലിയ ഒരു ജീവിതമോ ഒന്നുമില്ലെന്നും നമുക്കറിയാം. ഇവരുടെ വർക്ക് പ്ലേസിൽ പോകുന്നു, തിരിച്ച് വന്നിട്ട് അവരുടെ ബങ്കുകളിൽ അല്ലെങ്കിൽ ബങ്ക് ബെഡിൽ ആണ് അവരുടെ ജീവിതം എന്നുള്ളത് നമുക്കറിയാം. ഒരു മുറിയിൽ അവരുടെ ജീവിതം തന്നെ ഒതുങ്ങി പോവുകയാണ്. ഇതിനൊക്കെ സത്യത്തിൽ ആരാണ് കാരണക്കാർ? നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും എല്ലാവരും പോയി അവിടെ ചെന്ന് വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നത് കണ്ടല്ലോ. ഇതിനൊക്കെ അവർ അർഹരാണ്. നമ്മുടെ ആളുകൾ, അതായത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയ ശേഷം ഇവർ പോയി ഈ സങ്കടം രേഖപ്പെടുത്തുന്നതിൽ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത്? നമ്മൾ ചിന്തിക്കണം. ഇവിടെ പലതരത്തിലുള്ള ദിസ് ഗോഡ്സ് ഓൺ കൺട്രി, പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ സത്യത്തിലൊരു ഗവൺമെൻറ് തലത്തിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു കാര്യവും നടക്കാതെ പോകുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കൃഷിഭവനിൽ പോയിട്ട് ഞങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ആലോചിക്കാനായിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഞങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവർ പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ലത് തമിഴ്നാട് പോലത്തെ സ്ഥലത്താണ് ഏറ്റവും നല്ല ക്ലൈമറ്റ്. അത് ശരിയാണ്, നമ്മുടെ ക്ലൈമറ്റ് വോളറ്റൈലാണ്. പക്ഷേ നമ്മുടെ ഈ ക്ലൈമറ്റിലും പല രീതിയിലുള്ള കൃഷികൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. പുതിയ തരത്തിലുള്ള ആധുനിക തരത്തിലുള്ള എന്തെല്ലാം കൃഷി രീതികൾ ഇന്നുണ്ട്. ഇന്ന് സിറിയയിൽ നമുക്ക് നോക്കാം. ഈ ഫാമിങ്ങും അക്വാഫോണിക്സും അതുപോലെ തന്നെ ഹൈഡ്രോഫോണിക്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിങ്ങും ഉള്ള ഈ ലോകത്ത് നമ്മുടെ ഗവൺമെൻറ് കൃത്യമായൊരു പ്ലാനിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും ഇവർക്ക് കൊടുക്കാത്തതാണ് നമ്മുടെ ഈ നാടിൻ്റെ ഒരു ദുരന്തം. ഇവരെല്ലാവരും രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആക്കി തീർത്ത് എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പോവുക എന്നല്ലാതെ ഇവർക്കൊക്കെ എന്ത് ആത്മാർത്ഥത! ഒരു വശത്ത് പൂർണ്ണമായിട്ട് ഇവരെ കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ ഓർഗനൈസ്ഡ് ആക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ പഠനവും കൃത്യമായ ട്രെയിനിങ്ങും ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അല്ല ഉദ്യോഗസ്ഥരെ മാത്രം നമ്മൾ ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഉറങ്ങുകയാണ്. അതല്ലാതെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പുറത്തു പോയി ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതും ജീവിതം നഷ്ടപ്പെടേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവരെ പോലുള്ള രാഷ്ട്രീയക്കാർ ഈ കണ്ണീരൊലിപ്പിക്കാൻ അർഹരാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു.